സ്റ്റുഡൻസ്. അപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രോബബിലിറ്റിൻ്റെ നമ്മുടെ സെക്കൻഡ് സെമ്മിൽ പ്രോബബിലിറ്റിയാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ അതിലെ ഒരു വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് പറയുന്ന കുറച്ച് റാൻഡം എക്സ്പെരിമെൻറ്റ് അങ്ങനത്തെ കുറച്ച് ടേംസും പിന്നെ അതിൻ്റെ ക്ലാസിക്കൽ ഡെഫിനിഷനുമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് പിന്നെ ഞാനതിൽ കുറച്ച് നോട്ട്സും കൂടി സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നിങ്ങളോട് വായിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു PDF ആക്കിയിട്ട് അതിൻ്റെ എന്താ പറയുക ഡെവലപ്മെൻറ്റും ആരൊക്കെയാണ് അത് ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ കുറച്ച് സയൻറ്റിസ്റ്റുകളുടെ പേരുകളൊക്കെ ആയിട്ടൊരു നോട്ട്സ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ എന്താ പറയുക ഈ പ്രോബബിലിറ്റിക്ക് 2-3-4 ഡെഫിനേഷൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതും നമുക്കിന്ന് ജസ്റ്റ് ചെറുതായിട്ട് അതിൻ്റെ സബ്ജക്റ്റീവ് ഡെഫിനേഷനെ ഒന്നും കൂടി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ പ്രോബബിലിറ്റിക്ക് 4 തരത്തിൽ ഡെഫിനേഷൻസ് ഉണ്ട്. ഒന്ന് പ്രോബബിലിറ്റി ആസ് എ മെഷർ ഓഫ് ബിലീഫ്. അതിനെ നമ്മൾ സബ്ജക്റ്റീവ്, അതായത് ഒരു വിശ്വാസത്തിൻ്റെ ഇതിൽ നമ്മൾ പ്രോബബിലിറ്റി പറയുന്നതിനാണ് നമ്മൾ സബ്ജക്റ്റീവ് ഡെഫിനേഷൻ എന്ന് പറയും. പിന്നെ ക്ലാസിക്കൽ ഡെഫിനേഷൻ ഓഫ് പ്രോബബിലിറ്റി അത് തന്നെയാണ് മാത്തമാറ്റിക്കൽ ഡെഫിനേഷൻ ഓഫ് പ്രോബബിലിറ്റി, രണ്ടും ഒന്നാണ്. പിന്നെ ഫ്രീക്വൻസി ഡെഫിനേഷൻ ഓഫ് പ്രോബബിലിറ്റി അത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡെഫിനേഷൻ ഓഫ് പ്രോബബിലിറ്റി എന്ന് പറയും. ഫ്രീക്വൻസി ഡെഫിനേഷനും സ്റ്റാറ്റിസ്റ്റിക്കൽ ഡെഫിനേഷൻ. അപ്പോൾ ഈ 2 ടേം പറയുന്നതും നിങ്ങൾ ഓർത്ത് വെക്കണം. കാരണം ചിലപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡെഫിനേഷൻ അങ്ങനെ എന്തെങ്കിലും ചില സമയത്ത് ചിലപ്പോൾ അങ്ങനെ പറയാം, ചിലപ്പോൾ മാത്തമാറ്റിക്കൽ ഡെഫിനേഷൻ എന്ന് പറയാം, ചിലപ്പോൾ ക്ലാസിക്കൽ അങ്ങനത്തെ പേരുകളൊക്കെ പറയാം. അപ്പോൾ ആ പേരുകൾ നിങ്ങൾ മനസ്സിൽ വെക്കുക. പിന്നെ ആക്സിയോമാറ്റിക് ഡെഫിനേഷൻ ഓഫ് പ്രോബബിലിറ്റി അതാണ് മോഡേൺ ഡെഫിനേഷൻ ഓഫ് പ്രോബബിലിറ്റി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലാസിക്കൽ ഡെഫിനേഷനാണ് പറഞ്ഞത്. അത് ഈ ക്ലാസ്സിലും കൂടി ഒന്നുകൂടി നമുക്ക് പറയാം. പിന്നെ നമുക്ക് സബ്ജക്റ്റീവ് ഡെഫിനേഷനും അതായത് സബ്ജക്റ്റീവ് ഡെഫിനേഷനും ക്ലാസിക്കലും ഫ്രീക്വൻസി നമ്മൾ ഒന്നും കൂടി ഡിഫൈൻ ചെയ്യാണ് ചെയ്യുന്നത്. അത്ര മാത്രമേ ഇന്ന് ചെയ്യുന്നുള്ളൂ. അപ്പോൾ സബ്ജക്റ്റീവ് ഡെഫിനേഷൻ എന്താണെന്ന് നോക്കാം. സബ്ജക്റ്റീവ് പ്രോബബിലിറ്റി ഈസ് എ ടൈപ്പ് ഓഫ് പ്രോബബിലിറ്റി derived from an individual's personal judgment or own experience about whether a specific outcome is likely to occur. അതായത് ഒരാൾ ഒരു കാര്യത്തിനെ കുറിച്ച് ഗസ് ചെയ്യുക എന്നൊക്കെ പറയില്ല, അത് തന്നെയാണ് സബ്ജക്റ്റീവ് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ. ഒരാൾ നമുക്കിഷ്ടമുള്ള പോലെ ഗസ് ചെയ്യുക. അപ്പോൾ ഒരാൾ വരാനുള്ള എത്ര സമയത്ത് വരും, അപ്പോൾ നമ്മൾ പറയുന്നത് 10 മണിക്ക് വരും, അത് ഒരു പ്രോബബിലിറ്റി. 10:30 അങ്ങനെ നമ്മൾ ഒരാളെ പേഴ്സണലായിട്ട് അങ്ങനെ പറയുമ്പോഴാണ് അതിനെ നമുക്ക് എല്ലാത്തിനൊന്നും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ക്ലാസിക്കൽ ഡെഫിനേഷൻ എന്നൊക്കെ പറയാൻ കുറച്ചും കൂടി നല്ലൊരു ഡെഫിനേഷനാണ്. അപ്പോൾ ഇങ്ങനെ പറയുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, സബ്ജക്റ്റീവ് പ്രോബബിലിറ്റി എന്ന് പറയാം. ഇറ്റ് കണ്ടെയ്ൻസ് നോ ഫോർമൽ കാൽക്കുലേഷൻസ് ഒന്നുമില്ല ആൻഡ് ഓൺലി റിഫ്ലെക്ട്സ് എ സബ്ജക്ട്സ് ഒപ്പീനിയൻ ആൻഡ് പാസ്റ്റ് എക്സ്പീരിയൻസ്. അപ്പോൾ ഒരു സബ്ജക്ട്സിൻ്റെ ഒപ്പീനിയൻസ് അല്ലേ, ഒരാൾ പറയുന്ന അഭിപ്രായത്തിനനുസരിച്ചിട്ടാണ് അത് വരിക. അതാണ് സബ്ജക്റ്റീവ് പ്രോബബിലിറ്റി. നമ്മൾ വെറുതെ അങ്ങോട്ട് ഗസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്താ പറയുക, സബ്ജക്റ്റീവ് പ്രോബബിലിറ്റി. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയുമ്പോൾ ഇപ്പോൾ ഒരു എക്സ് എന്ന് പറഞ്ഞ ഒരാൾ, അയാൾ എത്ര സമയത്ത് നമ്മളെ വീട്ടിലെത്തും, അത് നമ്മളിങ്ങനെ ഗസ് ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നതിന് നമ്മൾ എന്താ പറയുക, സബ്ജക്റ്റീവ് പ്രോബബിലിറ്റി. നമ്മളൊരു ഗസ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ നമ്മളൊരു വിശ്വാസം, ഇപ്പോൾ ചില സംഭവങ്ങൾ നടക്കുമ്പോൾ നമ്മളൊരു വിശ്വാസം അതാണ് ആ സമയത്ത് നടക്കും, അങ്ങനെ നമ്മൾ പറയൂലേ. അങ്ങനെ നമ്മളിപ്പോൾ ഇന്ന സംഭവം ഇപ്പോൾ എന്ന് നടക്കും, ഒരു പർട്ടിക്കുലർ സംഭവം എടുത്തിട്ട് അതെന്ന് നടക്കും. അപ്പോൾ നമുക്ക് എന്നാ നടക്കുക നമുക്കറിയില്ല, നമുക്കൊരു ഐഡിയ ഒന്നുമില്ല, നമുക്ക് വെറുതെ ഗസ് ചെയ്ത് പറയാം. അപ്പോൾ അങ്ങനെ പറയുന്നതിനാണ് നമ്മൾ എന്താ പറയുക, സബ്ജക്റ്റീവ് പ്രോബബിലിറ്റി എന്ന് പറയാം. പിന്നെ അടുത്തത് ക്ലാസിക്കൽ ഡെഫിനേഷൻ ഓഫ് പ്രോബബിലിറ്റിയാണ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അതായത് നമ്മൾ നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസസ്, അതാണ് നമ്മളെ ക്ലാസിക്കൽ ഡെഫിനേഷൻ ഓഫ് പ്രോബബിലിറ്റി. അപ്പോൾ അതൊക്കെ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് ചെയ്യണം. അപ്പോൾ അതിന് പ്രോബ്ലംസ് ചെയ്യാനും നിങ്ങൾ കുറച്ച് ബേസിക്കായ കാര്യങ്ങൾ പഠിക്കാണ്ട്, സെറ്റുകളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, സെറ്റ്സ്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് എടുക്കാണ്ട്, പിന്നെ അതുപോലെ കോമ്പിനേഷൻസ് അങ്ങനത്തെ ഒക്കെ വെച്ചിട്ട്. അപ്പോൾ അതൊക്കെ അറിഞ്ഞാലാണ് നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ ഒന്നും കൂടി ഈസി ആയിരിക്കും. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് വേണം നമുക്ക് പ്രോബ്ലം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. എന്നാലും നമുക്ക് ഈ ക്ലാസിക്കൽ ഡെഫിനേഷന് സിമ്പിളായിട്ട് ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു കോയിൻ ടോസ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ആ കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് ഹെഡ് വരാം, ടെയിൽ വരാം. അപ്പോൾ എ എന്ന് പറഞ്ഞ ഇവൻറ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യുക, ഒരു ഹെഡ് ഒക്കർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ എ എന്ന് പറഞ്ഞ ഇവൻറ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ വിചാരിക്കുക. അപ്പോൾ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് എ, അതായത് ഹെഡ് ഒക്കർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ ഇവിടെ നമ്മളെ സെറ്റ് നോക്കുക. ഈ സെറ്റിൽ കളക്ഷൻ, അതായത് ഇപ്പോൾ നമ്മളൊരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ഹെഡ് വരും, അതിന് നമ്മൾ H എന്ന് ഡിനോട്ട് ചെയ്തു, അല്ലെങ്കിൽ ടെയിൽ വരും, അതിന് T എന്ന് ഡിനോട്ട് ചെയ്തു. അപ്പോൾ ഇതാണ് നമുക്ക് ടോട്ടൽ, നമുക്ക് ഇത്ര കേസേ ഉള്ളൂ. അപ്പോൾ അതിൽ ടോട്ടൽ നമ്പറിൽ 2 ആണ് വരുന്നത്. അതിൽ ഹെഡ് വരുന്നത് എത്ര കേസാണ്, ഒരു കേസ് മാത്രം അല്ലേ. ഫേവറബിൾ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത് 1 ആണ്.
ടോട്ടൽ നമ്പർ ഓഫ് എത്ര ഔട്ട്കംസ് ഉണ്ട്? 2 ഔട്ട്കംസ് ഉണ്ട്. അപ്പോൾ പി ഓഫ് എ എന്ന് പറയുന്നത് 1/2. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ 2 കോയിൻ ടോസ് ചെയ്യാമെന്ന് വിചാരിക്കാം. അപ്പോൾ 2 കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് പോസിബിൾ ആയിട്ടുള്ളത് ഏതൊക്കെ വരാം? രണ്ടും ഹെഡ് വരാം അല്ലേ? 2 കോയിൻ, ഫസ്റ്റ് കോയിനത്തെ ആണ് നമ്മൾ ഫസ്റ്റ് എഴുതുന്നത്, സെക്കൻഡ് കോയിനത്തെ സെക്കൻഡ് എഴുതുന്നത്. അപ്പോൾ ഫസ്റ്റ് കോയിനിൽ ഹെഡും സെക്കൻഡ് കോയിനിലും ഹെഡ് വരാം, അങ്ങനെ വരാം. ഫസ്റ്റ് കോയിനിൽ ഹെഡും സെക്കൻഡ് കോയിലും ടെയിലും വരാം. ഫസ്റ്റ് കോയിനിൽ ടെയിലും സെക്കൻഡ് കോയിനിൽ ഹെഡും വരാം. 2 കോയിനും ടെയിൽ വരാം. അപ്പോൾ ഈ 4 പോസിബിലിറ്റിയാണ് നമുക്ക് 2 കോയിൻ ടോസ് ചെയ്യുമ്പോൾ കിട്ടുക. അപ്പോൾ നമ്മൾ ഇവൻ്റായിട്ട് നമ്മൾ അറ്റ്ലീസ്റ്റ് 1 ഹെഡ് ഒക്കേഴ്സ്, ഒരു ഹെഡെങ്കിലും ഒക്കർ ചെയ്യണം, അതാണ് നമ്മൾ ഇവൻ്റ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പി ഓഫ് എ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ടോട്ടലിലുള്ളതിൽ അറ്റ്ലീസ്റ്റ് 1 ഹെഡ് ഒക്കർ ചെയ്യുന്ന എത്ര ഉണ്ട് നോക്കാം. അപ്പോൾ ഇതിലൊരു 2 ഹെഡാണ് ഒക്കർ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും അറ്റ്ലീസ്റ്റ് 1 എന്തായാലും ഉണ്ട്. ഇതിലും ഒരു ഹെഡ് ഉണ്ട്, ഇതിലും ഒരു ഹെഡ് ഉണ്ട്, ഇതിൽ ഹെഡ് ഇല്ല. അപ്പോൾ നമ്മളെ ഫേവറബിൾ ഔട്ട്കംസ് ഇതുവരെ ഈ 3 എണ്ണമാണ് വരിക. അപ്പോൾ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് എത്ര ഉണ്ട്? 1, 2, 3 എണ്ണം ഉണ്ട്. ടോട്ടൽ എത്ര ഉണ്ട്? 4 എണ്ണം ഉണ്ട്. അപ്പോൾ 3/4 എന്ന് വരും. അപ്പോൾ പി ഓഫ് എ ഈക്വൽ ടു 3/4. അപ്പോൾ ഇതാണ് നമ്മൾ കൂടുതൽ എക്സാംസ് ചെയ്യും. ഞാൻ ഇത് ബേസിക് ആയിട്ടുള്ള 2 എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ളൂ. ഇനി സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ. സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഇവൻറ്റ് നടക്കുക. അപ്പോൾ അതിൽ denote m as the number of occurrences of the event A in n identical trials. അപ്പോൾ നമ്മളൊരു എക്സ്പെരിമെൻറ്റ് നടത്തുകയാണ്. അപ്പോൾ നമ്മൾ n വട്ടായ എക്സ്പെരിമെൻറ്റ് നടത്തുന്നുണ്ട്. അപ്പോൾ m എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഒക്കറൻസ് ഓഫ് ദ ഇവൻറ്റ് ഇൻ ഇപ്പോൾ n ഐഡൻറ്റിക്കൽ ട്രയൽസ് നടത്തുമ്പോൾ എത്ര വട്ടം ഇവൻറ്റ് എ നടക്കുന്നുണ്ട് അതാണ് m എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ m/n എന്ന് പറഞ്ഞ റേഷ്യോനെയാണ് നമ്മൾ എന്ത് പറയുക? ഫ്രീക്വൻസി റേഷ്യോ ഓർ റിലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ദ ഇവൻറ്റ് എ. അതായത് n ട്രയൽസ് നടത്തുമ്പോൾ എ എത്ര പ്രാവശ്യം ഒക്കർ ചെയ്യുന്നുണ്ട് അതാണ് m എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നമ്പർ ഓഫ് ട്രയൽസ് ഇൻക്രീസ് ചെയ്യാമെന്ന് വിചാരിക്കുക. അതായത് ട്രയൽസിൻ്റെ എണ്ണം ആദ്യം ഒരു 25 ട്രയൽസ് നടത്തി, പിന്നെ ഒരു 50 ട്രയൽസ് നടത്തി. അങ്ങനെ ട്രയൽസിൻ്റെ എണ്ണം നമ്മളിങ്ങനെ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ സമയത്തും ഈ ഫ്രീക്വൻസി റേഷ്യോ കണ്ടുപിടിക്കുക. ഈ ഫ്രീക്വൻസി റേഷ്യോ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഓരോ റേഷ്യോസ് കിട്ടും. ദെൻ ദ റേഷ്യോ ഷോസ് സം സോർട്ട് ഓഫ് റെഗുലാരിറ്റി. അപ്പോൾ നമ്മൾ ഓരോ ടൈമിൽ റേഷ്യോ കണ്ടുപിടിക്കുമ്പോൾ ഈ റേഷ്യോസ് ഇങ്ങനെ അപ്രോച്ച് ചെയ്ത് ഒരു നമ്പറിലേക്ക് കൺവേർജ് ചെയ്യും. അതായത് ഒരു നമ്പർ അതിങ്ങനെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി ലാസ്റ്റ് അത് ഒരു ടേമിലേക്ക് ഇങ്ങനെ അതായത് ഒരു വാല്യൂവിലേക്ക് അത് അപ്രോച്ച് ചെയ്യും. അപ്പോൾ അത് അപ്രോച്ച് ചെയ്യുന്നത് ശരിക്കും അതിൻ്റെ പ്രോബബിലിറ്റിയിലേക്കാണ് അത് അപ്രോച്ച് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. as n increases, and this approximation will improve as n increases further. അപ്പോൾ n ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നിടത്തോളം നമുക്ക് അത് അതിൻ്റെ ആ m/n എന്ന് പറഞ്ഞ റേഷ്യോസ് അപ്രോച്ച് ചെയ്യുന്നത് എങ്ങോട്ടാണ്? അതിൻ്റെ ആ പ്രോബബിലിറ്റിയിലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത്. ആ ദിസ് ടെൻഡൻസി ഓഫ് ദ ഫ്രീക്വൻസി റേഷ്യോ ടു അപ്രോച്ച് എ ഡെഫിനിറ്റ് വാല്യൂ ഈസ് കോൾഡ് ദ നോഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി. അപ്പോൾ നമ്മളിതിങ്ങനെ ആ ഒരു ടെൻഡൻസി അത് നമ്മളൊരു അപ്രോച്ച് ചെയ്തിട്ട് ഒരു വാല്യൂവിലേക്ക് എത്തിച്ചേരുന്ന ആ ടെൻഡൻസിനെയാണ് നമ്മൾ എന്ത് പറയുക? നോഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുകയാണ്. നമ്പർ ഓഫ് ഒരു സാധനം ടോസ് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ 10 കോയിൻസ് തന്നെയാണ്. 10 പ്രാവശ്യം ടോസ് ചെയ്യുമ്പോൾ നമ്മൾ ഹെഡാണ് നമ്മൾ ഇവൻ്റായിട്ട് ഹെഡ് ഒക്കർ ചെയ്യുന്നതാണ് നമ്മൾ ഇവൻ്റായിട്ട് എടുക്കുന്നത്. അപ്പോൾ 10 പ്രാവശ്യം ടോസ് ചെയ്തപ്പോൾ അതിൽ 6 പ്രാവശ്യം ഹെഡ് വന്നു. അതാണ്. അപ്പോൾ ഇവിടുത്തെ m എന്ന് പറയുന്നത് 6 ആണ്. എ ഒക്കർ ചെയ്യുന്നത് 6 പ്രാവശ്യമാണ്. ടോട്ടൽ നമ്പർ ഓഫ് ടോസസ് 10 പ്രാവശ്യം. അപ്പോൾ 6/10 കാണാം. അപ്പോൾ നമുക്ക് ഇവിടെ പോയിൻ്റ് ഉണ്ട് കേട്ടോ, 0.60 എന്ന് കിട്ടും. പിന്നെ അടുത്ത പ്രാവശ്യം ടോസസ് നമ്മൾ ഒന്നുകൂടി കൂട്ടി 25 പ്രാവശ്യം ടോസ് ചെയ്തു. അപ്പോൾ നമുക്ക് 10 ഹെഡാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് 0.4 എന്ന് കിട്ടി. അങ്ങനെ നമ്മൾ ടോസസിൻ്റെ എണ്ണം ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇവിടെയൊക്കെ ഓരോ ഫ്ലക്ച്വേഷൻസ് വന്നു. ഇവിടെ 0.6, പിന്നെ 0.4 ആയി, പിന്നെ 0.5, പിന്നെ 0.5 അങ്ങനെ വന്നു. ഇനി എന്ത് ചെയ്യുക? ഇപ്പോൾ ഒരു പർട്ടിക്കുലർ സ്റ്റേജ് കുറേ നമ്പർ ഓഫ് ടോസസ് കഴിഞ്ഞപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടെ ഇപ്പോൾ 0.498, ഇവിടെ 0.499, ഈ 2 വാല്യൂസും ഏകദേശം അടുത്തടുത്താണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി n കൂട്ടിയാൽ ഇതിങ്ങനെ ഒരു 0.4999 അത് അങ്ങനെ ഒരു 0.5ലേക്കാണ് അത് അപ്രോച്ച് ചെയ്യുന്നത്. അതായത് 1/2. ശരിക്കും നമ്മളൊരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ അതിൽ ഹെഡ് ഒക്കർ ചെയ്യാനുള്ള പ്രോബിലിറ്റി എന്താ? കാരണം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 1/2 ഹെഡ്. ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ h-ഉം t-യും, അപ്പോൾ നമുക്ക് ഹെഡ് ഒക്കർ ചെയ്യാനുള്ളത് 1/2. ശരിക്കും എന്താ? 0.5. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് അപ്രോച്ച് ചെയ്യുന്നത് 0.5ലേക്കാണ്. ആ 0.5 എന്ന് പറഞ്ഞാൽ ശരിക്കും ആ കേസിൽ എന്താ പറയുക പ്രോബബിലിറ്റിയിലേക്കാണ് അത് അപ്രോച്ച് ചെയ്യുന്നത്. അതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ഫ്രീക്വൻസി ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി നോക്കാം. അപ്പോൾ ഫ്രീക്വൻസി ഡെഫിനിഷൻ വരുന്നത് എന്താ വെച്ചാൽ
കുറേ നമ്പർ ഓഫ് ടൈംസ് നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻ്റ് നടത്തുമ്പോൾ ട്രയൽസ് നടത്തുമ്പോൾ കിട്ടണമെങ്കിലാണ് നമ്മൾ എന്താ പറയുക അവിടെയാണ് നമുക്ക് ഫ്രീക്വൻസി ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി വരിക. അപ്പോൾ ലെറ്റ് ദ ട്രയൽസ് ബി റിപ്പീറ്റഡ് ഓവർ എ ലാർജ് നമ്പർ ഓഫ് ടൈംസ്. നമ്മൾ കുറേ വട്ടം കോയിൻ ടോസ് ചെയ്യാൻ വിചാരിക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഡെഫിനേഷൻ, അതായത് നമ്മൾ നേരത്തെ ക്ലാസിക്കൽ ഡെഫിനേഷൻ നമുക്ക് അവിടെ പറ്റൂല, കാരണം അവിടെ നമുക്കൊക്കെ കൂടി കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ കേസിലാണ് നമ്മൾ ഈ ഫ്രീക്വൻസി ഡെഫിനേഷൻ ഓഫ് പ്രോബബിലിറ്റി ഒക്കെ അപ്ലൈ ചെയ്യുക. അപ്പോൾ അണ്ടർ എസെൻഷ്യലി ഹോമോജീനിയസ് കണ്ടീഷൻ ഒരേ കണ്ടീഷൻ ഒന്നും മാറ്റണില്ല. നമ്മളിങ്ങനെ കോയിൻ ഇങ്ങനെ ടോസ് ചെയ്യുക, അല്ലെങ്കിൽ എന്താണോ ഒരു എക്സ്പെരിമെൻ്റ് അത് ഒരേ കണ്ടീഷനിൽ തന്നെ നമ്മളിങ്ങനെ കുറേ പ്രാവശ്യം നടത്തുക. The limit of the ratio of the number of times an event A happens m to the total number of trials. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാം എം എന്ന് പറഞ്ഞ, അതായത് എ എന്ന് പറഞ്ഞ ഒരു ഇവൻറ്റ് നടക്കാനുള്ള നമ്പർ ഓഫ് ടൈംസ്, ആ ഇവൻറ്റ് നടക്കാനുള്ള എത്ര ടൈംസ് നടക്കണോ അതാണ് എം ആയിട്ട് എടുക്കുന്നത്. അതിൻ്റെയും പിന്നെ ടോട്ടൽ നമ്പർ ഓഫ് ട്രയൽസ് നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ m/n, അതിൻ്റെ റേഷ്യോയിൽ നമ്മൾ വെറുതെ റേഷ്യോ കാണില്ല, അവിടെ ലിമിറ്റ്, കാരണം n ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ n ഇൻഫിനിറ്റിയിലേക്ക് പോകാൻ നമ്പർ ഓഫ് ടൈംസ് ഇങ്ങനെ കൂടി പോവുകയാണ്. അപ്പോൾ n ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ആ ലിമിറ്റിനെയാണ് നമ്മൾ എന്ത് പറയാം, ഫ്രീക്വൻസി ഡെഫിനേഷൻ ഓഫ് പ്രോബബിലിറ്റി എന്ന് പറയാം. അപ്പോൾ അതിന് നമ്മൾ സിംബോളിക്കലി P(a) എന്ന് പറഞ്ഞ ഇവൻറ്റിൻ്റെ ഫ്രീക്വൻസി ഡെഫിനേഷൻ ഓഫ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി m/n. m എന്ന് പറയുന്നത് a എത്ര പ്രാവശ്യം ഒക്കർ ചെയ്യുന്നു, പിന്നെ ബൈ n എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ട്രയൽസ്, അത് n ഇൻഫിനിറ്റിയിലേക്ക് ടെൻ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് എക്സാമ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഇത്ര മനസ്സിലാക്കുക, ഫ്രീക്വൻസി ഡെഫിനേഷൻ എന്ന് പറയുമ്പോൾ കുറേ നമ്പർ ഓഫ് ട്രയൽസ് ഉണ്ടാകുമ്പോഴാണ് ഫ്രീക്വൻസി ഡെഫിനേഷൻ വരുന്നത്. അപ്പോൾ എന്തായാലും ഇനി അതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ ഞാൻ പറഞ്ഞില്ല, ഇനി നമുക്ക് കുറച്ച് സെറ്റ്സ് പഠിക്കാനുണ്ട്, പിന്നെ കോമ്പിനേഷൻ, അതൊക്കെ പഠിച്ചിട്ട് നമ്മൾ എക്സാമ്പിളിലേക്ക് പോകാം. എന്തായാലും ഇന്ന് ഇത്രയേ ഉള്ളൂ എടുക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു. ഇനി സൗണ്ടിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ പറയണേ, ഞാൻ മാക്സിമം സൗണ്ടൊക്കെ കൂട്ടി പറയാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇനി സൗണ്ട് കേൾക്കണില്ലെങ്കിൽ അത് പറയണം. ഓക്കെ, താങ്ക് യു.